സൗത്ത് ഓഫ് സ്പെയിൻ ആൻഡ് സൗത്ത് ഓഫ് പോർച്ചുഗലാണ് ഈ 8-day ഐറ്റിനറിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ലണ്ടനിൽ നിന്ന് ആരംഭിച്ച ഞങ്ങളുടെ ഈ യാത്ര ഫസ്റ്റ് ഫ്ലൈ ചെയ്തത് മാലഗയിലേക്ക്, അവിടുന്ന് റോഡ് ട്രിപ്പ് വഴി റോണ്ട, സെവിയെ, പിന്നെ ഒരു ചെറിയ മതിലുചാട്ടം പോർച്ചുഗലിലേക്ക്. ഫാരോ ആയിരുന്നു ഞങ്ങളുടെ പോർച്ചുഗലിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടുന്ന് പോർച്ചുഗലിലെ ക്യാപിറ്റൽ സിറ്റിയായ ലിസ്ബണിലേക്ക് ഡ്രൈവ് ചെയ്തു, പിന്നീട് നസാരയിലേക്ക്, ആൻഡ് ദെൻ ബാക്ക് ടു ലിസ്ബൺ ആൻഡ് ബാക്ക് ടു ലണ്ടൻ. അപ്പോൾ ഈ യാത്ര ഒന്ന് കണ്ടാലോ. മാലഗയിൽ എത്തിയ ദിവസം ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത് ആൽക്കസാബയാണ്. മാലഗയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോർട്രസസ്. ഇത് 11th century ബിൽഡ് ചെയ്തതാണ് ബൈ ദ മൂസ്. അൻഡാലൂഷ്യൻ ഡിസൈനിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിളാണ് ഈ ഒരു ആർക്കിടെക്ചർ. ഇവിടെ നിന്നുള്ള വ്യൂസ് എടുത്ത് പറയേണ്ടതാണ്. ബേ ഓഫ് മാലഗയിലേക്ക് ഉള്ള ബ്രെഡ് ടേക്കിംഗ് വ്യൂസ് നമുക്ക് ഈ ഫോട്ടോസിൽ നിന്ന് കിട്ടാൻ പറ്റും. പിന്നെ ഇതിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിഫെൻസീവ് സിസ്റ്റമാണ്. അതായത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് വാൾസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഒരു ഫോർട്രസ് ഭയങ്കര സെക്യൂർ ആക്കിയിരിക്കുന്നത്. പണ്ട് കാലത്ത് റൂളേഴ്സൊക്കെ ഇതൊരു റോയൽ റെസിഡൻസുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യാം. അടുത്ത ദിവസം ഒരു ഫുൾ ഡേ ടൂർ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗെറ്റ് യുവർ ഗൈഡ് വഴി. കെമിനിറ്റോ ഡെൽ റേ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. എല്ലാ തവണയും ഞങ്ങളൊരു ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില അഡ്വെഞ്ചർ ട്രിപ്സ് ബുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതെപ്പോഴും ഗെറ്റ് യുവർ ഗൈഡ് വഴി തന്നെയാണ് ബുക്ക് ചെയ്യാറ്, അതാണ് ഈസി. ഈ കെമിനിറ്റോ ഡെൽ റേ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ദ കിങ്സ് ലിറ്റിൽ പാത്വേ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ 1900s അവിടെയുള്ള 2 ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ വർക്കേഴ്സിന് വേണ്ടി പണിത ഒരു പാത്വേ ആണിത്. പക്ഷേ ഇപ്പം അതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയിട്ടുണ്ട്. ഇതൊരു റെഗുലർ ഹൈക്കിംഗ് ട്രെയിൽ അല്ല കേട്ടോ. വൺ ഓഫ് ദ മോസ്റ്റ് ത്രില്ലിംഗ് വാക്സ് ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1900s ഇത് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാത്താണ് ഈ 2 ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സിലേക്ക്. പിന്നീട് വേൾഡ്സ് സ്കേറിയസ്റ്റ് വാക്സ് ആയിട്ടാണ് ഇത് അറിയപ്പെട്ടത്. കാരണം ഇത് ഭയങ്കര ഡേഞ്ചറസും ഒരു ക്രംബ്ലിംഗ് ആയിട്ടുള്ളൊരു പാത്തായിരുന്നു. 2015 ആയപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി അത് റിസ്റ്റോർ ചെയ്തിട്ട് റീഓപ്പൺ ചെയ്തു എല്ലാവർക്കും വേണ്ടിയിട്ട്, അതായത് ടൂറിസ്റ്റിനും കൂടി വേണ്ടിയിട്ട്, വിത്ത് ഓൾ സേഫ്റ്റി മെഷേഴ്സ് ഇൻ പ്ലേസ്. ഒരു 7.7 kilometers ലോങ് ആണ് ഈ പാത്ത്. അപ്പോൾ നമുക്കൊരു 3 to 4 hours ഈ ഒരു വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ഇതിൽ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് എന്തായാലും എടുക്കണം എന്ന് തീരുമാനിച്ചത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളൊരു ഡിഫറെൻറ്റ് വേൾഡിലേക്ക് സ്റ്റെപ്പ് ചെയ്ത പോലെയില്ലേ. ടവറിങ് ക്ലിഫ്സും ഡീപ്പ് കാനിയൻസും ആ റിവർ ഫ്ലോ ചെയ്യുന്ന ഒച്ചയും ഒരിക്കലും മറക്കില്ലാത്തൊരു അഡ്വെഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാലഗയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പ് തീർച്ചയായിട്ടും ചെയ്യാം. ഈ പാത്തിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്കും നമ്മളൊരു ബ്രിഡ്ജിലേക്ക് എത്തും, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ 2 ക്ലിഫ്സിൻ്റെ ഇടയ്ക്ക് കാണുന്നത് പോലെ. അതിൻ്റെ മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പേടിയുമാവും, എന്നാൽ നല്ല ബ്രെഡ് ടേക്കിംഗ് വ്യൂ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ക്യാമറയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യണോ, അതേ നമ്മളത് കണ്ട് ആസ്വദിക്കണോ, അതെയോ കയറുമ്പോൾ നമുക്കൊരു പേടിയാവോ. കുറേ പേര് പേടിച്ചിട്ട് കയറാൻ തന്നെ മടിച്ചിരുന്നു. നമുക്ക് അധികം നേരം അവിടെ നിന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പോയിക്കോളണം. അവിടെ നിൽക്കാനോ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും പാടില്ല. ഞങ്ങൾ ഓഗസ്റ്റ് ലാസ്റ്റാട്ടോ ഈ ഒരു ട്രിപ്പ് നടത്തിയത്. അതായത് ഇവിടുത്തെ സമ്മർ ടൈമിൽ, നമുക്കറിയാം സമ്മർ ടൈമിൽ അത്യാവശ്യം എല്ലാവരും ട്രാവൽ ചെയ്യുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ട്രിപ്സ് പൊതുവേ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സമയങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. മാലഗയിൽ നിന്ന് കാറും ഹയർ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. സെവിയയിലേക്കാണ്, പക്ഷേ ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്റ്റോപ്പ് ഓവേഴ്സ് ഉണ്ട്. ഈ ഒരു ഫുൾ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയത് ഈ കാർ ഹയറാണ്. അറൗണ്ട് 1300 pounds ആയി. ഞങ്ങൾ മാലഗയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 days കാർ ഹയർ ചെയ്തു. തിരിച്ച് ഡ്രോപ്പ് ചെയ്തത് പോർച്ചുഗലിലെ ലിസ്ബൺ എയർപോർട്ടിലാണ്. പക്ഷേ 5 daysന് 1300 ആയത്. സമ്മർ ടൈം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും എക്സ്പെൻസീവ് ആയത്. ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത് റോണ്ട എന്ന് പറയുന്ന ഈ സ്ഥലം ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് ഈ കാണുന്ന ബ്രിഡ്ജ് കാരണമാണ്.
ഒരു മാസീവ് സ്റ്റോൺ ബ്രിഡ്ജ് വിച്ച് കണക്ട്സ് ദ ടു സൈഡ്സ് ഓഫ് ദ ടൗൺ. ഒരു ഡീപ്പ് ക്യാനിൻ്റെ മുകളിലാണ് ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. പ്യുൻറ്റെ ന്യൂവോ എന്നൊക്കെയാണ് ഈ ബ്രിഡ്ജിൻ്റെ പേര്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിയില്ല, സ്പാനിഷ് ആയതുകൊണ്ട്. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂസ് ഭയങ്കര ഇൻക്രെഡിബിളാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി പാസ് ചെയ്യുന്ന എല്ലാവരും ഇവിടെ എന്തായാലും ഒരു സ്റ്റോപ്പ് ഓവർ നടത്തും. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് ഒരുപാട് സിനിമയിലൊക്കെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. കിങ്ഡം ഓഫ് ഹെവൻ എന്ന മൂവിയിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഗൂഗിൾ വാൾപേപ്പേഴ്സ് ഇല്ലേ, വാൾപേപ്പേഴ്സിൽ പലപ്പോഴും ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഫോട്ടോ നമ്മൾ കാണാറുണ്ട്. അടുത്ത തവണ ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പതുക്കെ റോണ്ടയിലെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ ചെറുതായിട്ടൊന്ന് നടന്നു. അവിടുന്ന് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് അവിടുത്തെ ഹിസ്റ്ററിയും ട്രഡീഷണൽ ആൻഡാലൂസിയൻ ആർക്കിടെക്ചറൊക്കെ കണ്ട് അവിടുത്തെ വീടുകളൊക്കെ കണ്ട് ആ ഒരു ഓൾഡ് ഷാം ആൻഡ് ബ്യൂട്ടിയൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. അടുത്തത് ഗ്രാസലീമ. അതും ഓൺ ദ വേ തന്നെയായിരുന്നു. അവിടുത്തെ വൈറ്റ് വില്ലേജ് പെട്ടെന്ന് കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ. വൈറ്റ് വില്ലേജസ് ഇഷ്ടം പോലെയുണ്ട് സ്പെയിനിൽ, പക്ഷേ ഇത് അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒട്ടും തന്നെ ക്രൗഡഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര പീസ്ഫുള്ളും സെറീൻ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ഓവർ ആയിരുന്നു ഇത്. വൈറ്റ് വില്ലേജസ് നിങ്ങൾക്കറിയാം, വീടുകളെല്ലാം വൈറ്റ് വാഷ്ഡ് ആണ് കാണുന്നത് പോലെ തന്നെ. ഈ ചൂട് ക്ലൈമറ്റിന് വീടുകൾ കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ വൈറ്റ് വില്ലേജസ് ഇവിടെ മാത്രമല്ല, നമുക്കറിയാം ഗ്രീസിലും ഇറ്റലിയിലും മൊറോക്കോയിലും പോർച്ചുഗലിലും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ഈ വൈറ്റ് വില്ലേജസ് എന്ന് പറയുന്നത്. ഫോട്ടോസിനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു സ്ഥലം. ത്രൂ ഔട്ട് ദ ട്രിപ്പ് ഞങ്ങൾ എയർബിഎൻബിസിലാട്ടോ സ്റ്റേ ചെയ്ത്. എക്സെപ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം, ലിസ്ബണിൽ മാത്രം ഞങ്ങൾ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. എയർബിഎൻബിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ നല്ല ട്രഡീഷണൽ സ്പാനിഷ് അല്ലെങ്കിൽ പോർച്ചുഗലിലെ ട്രഡീഷണൽ വീടുകളിൽ താമസിക്കാനുള്ളൊരു അവസരം കിട്ടും. നോർമലി യൂറോപ്പിൽ അല്ലെങ്കിൽ UK കാണുന്ന പോലത്തെ വീടുകളല്ല കേട്ടോ. എന്തോ ഒരു പ്രത്യേകതയും എന്തോ ഒരു ഭംഗിയുണ്ട് ഈ വീടുകൾക്ക്. ഡോസിനായാലും ആ വാൾസിനായാലും വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള എയർബിഎൻബീസ് നമുക്ക് ഈസിലി ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് ടൈം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സമയമായതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. സെവിയയിൽ കാണാനുള്ളതെല്ലാം ആ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അൽക്കസാറും സെവിയ കാത്തഡ്രലും ലാ ഗിറൽഡ എന്ന ഫേമസ് സ്ട്രക്ചറും. അതുകൊണ്ട് സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അത്യാവശ്യം ടൂറിസ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഒന്നിൻ്റെ അകത്തേക്ക് കയറിയില്ല, കാരണം ഇതേപോലെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് ക്യൂ നിന്ന് അകത്തേക്ക് കയറാനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ ഇതേ കാണുന്ന പോലെ കുറേ ഹോഴ്സ് ഡ്രോൺ കാരേജസ് ഒക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ കയറി നമുക്ക് സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റൈഡൊക്കെ എടുക്കാം. അങ്ങനെ സിറ്റി സെൻറ്ററിലൂടെ നടന്ന് ഞങ്ങൾ അവസാനം എത്തിയത് പ്ലാസ ഡി എസ്പാന എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. നിങ്ങൾ വേറെ എന്ത് കണ്ടില്ലെങ്കിലും ഈ ഒരു സ്പോട്ടിൽ എന്തായാലും വരണം, മറക്കരുത്. സെവിയയിലെ ഒരു മസ്റ്റ് സീ സ്പോട്ട് തന്നെയാണിത്. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയും ഈ ബിൽഡിങ്സ് കാണാൻ. സെമി സർക്കുലർ ആയിട്ടുള്ളൊരു സ്ട്രക്ചറും ടൈൽഡ് ഫൗണ്ടൻസും പിക്ചറസ്ക് ആയിട്ടുള്ള ബ്രിഡ്ജസും. എനിക്ക് തോന്നുന്നു ആ സിറ്റിയുടെ റിച്ച് ഹെറിറ്റേജ് കാണിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് സ്പോട്ടാണ് പ്ലാസ ഡി എസ്പാന. അങ്ങനെ സ്പെയിനോട് വിട പറയുന്നതിന് മുന്നേ ഞങ്ങൾ ലാസ്റ്റായിട്ട് അവിടെ ഒരു ഫ്ലെമിംഗോ ഷോയും കൂടി കാണാൻ പോയി. ഈ ഒരു എൻറ്റയർ സ്പെയിൻ ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ ഒരു ഫ്ലെമിംഗോ ഡാൻസ് ഷോ ആയിരുന്നു. അങ്ങനെ സ്പെയിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, അടുത്ത രാജ്യമാണ് പോർച്ചുഗൽ. ഫാരോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോർച്ചുഗലിലെ വിശേഷം നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. Until then, this is me, Shalini Menon, signing off.